ആയിരക്കണക്കിന് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും സോഷ്യൽ വർക്കേഴ്സിനും PR-നായുള്ള ITA നൽകിക്കൊണ്ട് ജൂലൈ 22-ന് കനേഡിയൻ ഗവൺമെന്റിന്റെ മിനിസ്റ്റീരിയൽ ഇൻസ്ട്രക്ഷൻ ശ്രദ്ധേയമായ ഒന്നാണ്. കാനഡയിൽ നിന്നുള്ള മേജർ അപ്ഡേറ്റ് പ്രകാരം ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വർക്ക് കാറ്റഗറിയിൽ ജൂലൈ 22-ന് 4000 പേർക്കാണ് ഇൻവിറ്റേഷൻ നൽകിയത്. അതും കുറഞ്ഞ സ്കോറായ 475. നഴ്സസ്, ഡോക്ടേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, സോഷ്യൽ വർക്കേഴ്സ് എന്നിങ്ങനെ 35ഓളം കാറ്റഗറിയിൽ നിന്നാണ് 4000 പേർക്ക് ഇൻവിറ്റേഷൻ നൽകിയിരിക്കുന്നത്. ഹിസ്റ്റോറിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഡ്രോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കനേഡിയൻ ഇമിഗ്രേഷൻ പോളിസിയിലെ തന്നെ വലിയ മാറ്റത്തെയാണ്. ഫസ്റ്റ്ലി, ഓൺഗോയിങ് ആൻഡ് urgent ഡിമാൻഡ് ഫോർ health care and social service professionals, increased reliance on category based draw and strategic shift in immigration. അതായത് CRS സ്കോർ റാങ്കിങ്ങിനേക്കാൾ ലേബർ മാർക്കറ്റ് നീഡ്സ് അനുസരിച്ചിട്ടുള്ള സ്പെസിഫിക് പ്രൊഫഷൻസിനെ കുറഞ്ഞ CRS സ്കോറിൽ ടാർഗറ്റ് ചെയ്യാനുള്ള തീരുമാനം. ഇത് ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്യൂച്ചറിൽ കാനഡ ഒരു ലോവർ CRS സ്കോറിൽ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുമോ? യെസ്, വെരി ലൈക്ലി. എന്തുകൊണ്ടെന്നാൽ ഫെഡറൽ സ്കിൽ വർക്കർ കാൻഡിഡേറ്റ്സിനുള്ള ജനറൽ ഡ്രോസിന്റെ CRS കട്ട് ഓഫ് സ്കോർ 500-ന് മുകളിലായിരിക്കുമ്പോൾ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വർക്കർ കാറ്റഗറിയിൽ അത് 475 മാത്രമാണ്. കൂടുതൽ കാറ്റഗറി ബേസ്ഡ് ഡ്രോ കണ്ടക്ട് ചെയ്യുമ്പോൾ ഹൈ ഡിമാൻഡഡ് പ്രൊഫഷൻസ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനും സോഷ്യൽ വർക്കേഴ്സിനും CRS കട്ട് ഓഫ് കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിലും സിമിലർ കാറ്റഗറി ബേസ്ഡ് ഡ്രോയിൽ ഒരു ലോവർ CRS കട്ട് ഓഫ് സ്കോറിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം കാനഡ കൂടുതൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് കാറ്റഗറീസിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? ഇതിന് കാരണം കാനഡയുടെ ഡെമോഗ്രാഫിക് റിയാലിറ്റിയിൽ അധിഷ്ഠിതമായ കാനഡയുടെ ലോങ് ടേം ലേബർ പോളിസിയാണ്. വർദ്ധിച്ചു വരുന്ന ഏജിംഗ് പോപ്പുലേഷനും ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഷോർട്ടേജും. ഇതുകൂടാതെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയും സോഷ്യൽ വർക്കേഴ്സിനെയും കൊണ്ടുവരാൻ അനുവദിക്കണമെന്ന് ഫെഡറൽ ഗവൺമെന്റിനോടുള്ള പ്രൊവിൻഷ്യൽ ഗവൺമെന്റിന്റെ റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഈസ് ദിസ് എ ന്യൂ ചേഞ്ച് ഇൻ പോളിസി? യെസ്, കാനഡ എക്സ്പ്രസ് എൻട്രി ഡ്രോയ്ക്കുള്ളിൽ കാറ്റഗറി ബേസ്ഡ് സെലക്ഷൻ ഡ്രോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2023-ലാണ്. അവസാനമായി PR ആപ്ലിക്കന്റ് എന്ന നിലയിൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് പ്രൊഫഷണൽസ് എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? കാനഡയുടെ ഇമിഗ്രേഷൻ പോളിസി വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അനുകൂലമായി മാറുകയാണ്. കൂടുതൽ ടാർഗറ്റഡ് ഡ്രോ പ്രതീക്ഷിക്കാം. CRS കട്ട് ഓഫ് സ്കോർ നിങ്ങൾക്കായി ഇനിയും കുറയുകയാണ്. എത്രയും വേഗം കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ മുഖേന നിങ്ങളുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കനേഡിയൻ ഡ്രീം ഇനി അധികം ദൂരെയല്ല.